ആരുമില്ലേ ഇവിടെ? ആരാ? ഡോക്ടർ കല്ലായി വന്നു. ഇരിക്കൂ. രാവിലെ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ഗോപി സിംഗപ്പൂർ പോകുന്നെന്നറിഞ്ഞു. എനിക്ക് 1-2 പുസ്തകങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് എന്റെ മിസ്സിസ് പറഞ്ഞത് ഗോപി സിംഗപ്പൂർ പോയി എന്ന്. എന്റെ മിസ്സിസിനെ പരിചയപ്പെട്ടാണല്ലോ, എലിസബത്ത്. ഹസ് വിളിച്ചാൽ സോംനാംബുലിസം ആൻഡ് ഹെർണിയ, സൈക്കോപാത്ത് ഓൺ ദ ഫുട്പാത്ത് എന്നീ 2 പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയണം. സിസ്റ്ററുടെ മനസ്സ് എവിടെയോ ആണ്. ഹസ് പോയ പ്രയാസത്തിലാണോ? എങ്കിൽ ഹൗ ടു സോൾവ് ഹസ്ബുലിസം എന്നെന്റെ പുസ്തകം മനസ്സിരുത്തി വായിച്ചാൽ മതി. ഇനി അതുമല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഡോക്ടർ കല്ലായി കാണാൻ മടിക്കണ്ട. മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഡോക്ടർ കല്ലായി. എന്നാ പറ്റേ, ഒരുപാട് കത്തുകൾക്ക് മറുപടി എഴുതാനുണ്ട്. ദേവു, കൊച്ചു കിടന്ന് കരയുന്നത് കേട്ടില്ലേ? നീ എന്താ ആലോചിച്ചിരിക്കുക? 2-3 ദിവസമായിട്ട് നിനക്ക് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാനിപ്പോ അങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ. തരൂ. ഒരു കത്ത് വന്നപ്പോഴേക്കും 2 പേരും ഇങ്ങോട്ട് എത്തിയ. ഞാൻ വിചാരിച്ചു ഗോവിന്റെ കത്തായിരിക്കുമെന്ന്. അമ്മാവന്റെ കത്ത മേലെ തട്ട് പുരയിടത്തിന്റെ വിധിയായി. എന്റെ അമ്മയുടെ വക സ്വത്താണേ. കുറെ കാലമായിട്ട് കേസിലായിരുന്നു. ഏതായാലും നമ്മൾ ജയിച്ചു. ആ ദേവു, എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം. ഓഫീസിൽ നിന്ന് ഫോൺ വരികയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തുമെന്ന് പറയണം. കേറുന്നില്ലേ? കേറുക. ഹലോ, പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. ഇതിപ്പോ 3-ാം തവണയാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നേരിട്ടൊന്ന് കണ്ടാൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ആക്കാം. ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വന്നാൽ മിസ്റ്റർ ബാലേന്ദ്രനുമായി ഒന്ന് പരിചയപ്പെടണം. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. വെറുതെ ഒരു കോംപ്ലിക്കേഷൻ വേണോ? വൈകിട്ട് വരെ ഞാൻ കാക്കും. അതിനകം ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. എന്ത് പ്രശ്നമുണ്ടായാലും ഡോക്ടർ കല്ലായി കാണാൻ മടിക്കണ്ട. മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഡോക്ടർ കല്ലായി. മനഃശാസ്ത്രപരമായ ഒരു സമീപനമല്ല ഇക്കാര്യത്തിൽ വേണ്ടത്, പ്രാക്ടിക്കലാവണം. അതിരിക്കട്ടെ, കൂട്ടുകാരുടെ ഭർത്താവ് ആളെങ്ങനെ? ഐ മീൻ, അവർ തമ്മിൽ ഇതിനു മുമ്പ് എനി പ്രോബ്ലംസ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായതായി പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രോബ്ലം. Where there is more affection, there is always more chances of complications. ഈ കുട്ടി എല്ലാ കാര്യങ്ങളും തുറന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ക്ഷമിച്ചെന്നിരിക്കും. ഐ മീൻ കൺഫഷൻ. എങ്കിലും അയാളുടെ അബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നും അതൊരു കരടായി തന്നെ കിടക്കും. അതിനുള്ള അവസരം കൊടുക്കാതെ തന്നെ ഇത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്ന്. അതെങ്ങനെയാണെന്നാണ്? ആ കുട്ടിയെ കൊലപ്പെടുത്താനല്ല ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വഴിയുടെ ആവശ്യമില്ല. പകരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനായിരിക്കും ഉദ്ദേശം. അങ്ങനാണെങ്കിൽ തന്ത്രപൂർവ്വം ഇടപെട്ട് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി. പക്ഷേ ഡോക്ടർ, ആ കുട്ടിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല.
എത്ര ദുർബലയായ സ്ത്രീയും തന്റെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ സമർത്ഥയാകാറുണ്ട്. പ്രത്യേകിച്ചും ക്യാരക്ടർ അസാസിനേഷൻ സിറ്റുവേഷനിൽ. ആദ്യം അയാളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി അയാളുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ ആ കുട്ടിയോട് പറയണം. ഒരുപക്ഷെ വരാൻ മടിച്ചാൽ അങ്ങോട്ട് പോയി തന്ത്രപൂർവ്വം അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. വേണ്ട അച്ചു, ഞാൻ പോവില്ല. വീണ്ടും അയാൾ എന്നെ കണ്ട കൂടുതൽ കുഴപ്പങ്ങളേ ഉണ്ടാവുള്ളൂ. പിന്നെ ജീവിതകാലം മുഴുവൻ ഈ വയ്യാവേനെ വെച്ച് കഴിച്ചു കൂട്ടാന്നാണോ? എന്തോ എനിക്കിനി വയ്യ. ഞാൻ ബാലേട്ടനോടെല്ലാം തുറന്നു പറയാൻ പോവാ. ബാലേട്ടൻ എന്നെ മനസ്സിലാക്കും, തീർച്ച.
മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി, അതിനുവേണ്ടി വർഷങ്ങൾ കാത്തിരുന്നവനാണ് ഞാൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് അഹങ്കരിച്ചു. എനിക്ക് നിന്റെ മുമ്പിൽ ഒളിക്കാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ നീ എനിക്ക് തെറ്റിപ്പറ്റി. ഇത്രയും നാൾ നീ എന്നെ വഞ്ചിക്കായിരുന്നു. മതിയെ, എല്ലാം മതിയെ. എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. അമ്മയില്ലാതെ ഞാൻ അവനെ വളർത്തും. എന്താ അച്ചു? എന്താ? വേണ്ട രേവു, ബാലേട്ടനോട് ഇപ്പൊ പറയണ്ട. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? നീ വിഷമിക്കാതിരിക്കേ. അങ്ങോട്ട് പോയി നേരിട്ട് കണ്ട് സംസാരിച്ച ഒരുപക്ഷെ അയാളുടെ മനസ്സ് മാറിയാലോ? ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുരു കഴിക്കാൻ ഞാൻ തന്നെ പോണം. അച്ചു, പോണം, പോയേ തീരൂ. രഘുവിനല്ലേ അയാൾക്ക് കാണേണ്ടത്? അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാം. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ടേ രഘു. അയാൾ ഇപ്പൊ എന്നെ കണ്ട നീയാണെന്നേ വിചാരിക്കൂ. ദേ കണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ? വേണ്ട അച്ചു, ഇതൊന്നും. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ വേഗം വരാം. പിന്നെ പങ്കിയമ്മ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. തൽക്കാലം ഇതാരും അറിയണ്ട. നേരെയാവും, എല്ലാം നേരെയാവും. അച്ചു.